ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ്. സമയം ഒട്ടുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ബാഗ് ഇപ്പോഴാണ് പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടെന്ന് കാണിച്ചു. കണ്ട, എല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിങ്ങനെ ഒന്നും വലിച്ചു നീട്ടുന്നില്ല. അതായത് കുഞ്ഞിൻ്റെ ടർക്കി, നാപ്കിൻ, തൊപ്പി, കൈ, മറ്റേ ഗ്ലൗസ്, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ഒരു ഉടുപ്പ്. ഇത്രയും ഐറ്റമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക്. അതുപോലെ തന്നെ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നഗ്ഗി, ഇതേ കുറേ സ്നഗ്ഗി കിടപ്പുണ്ട്. ഒരു ഉടുപ്പ്, ഇത് ഫുൾ കവർ ചെയ്യുന്ന ഒരു റോംബറാണ്. രണ്ട് വേറെ കുഞ്ഞുടുപ്പ്, പിന്നെ കുറേ കുഞ്ഞുടുപ്പ്, ഇത് കണ്ട കുറേ കുഞ്ഞുടുപ്പ്, ബേബിക്കുള്ള സോപ്പ്, ചാർജർ, ഹോസ്പിറ്റൽ ഫയൽ, നമ്മുടെ അത്യാവശ്യമുള്ള സാധനമാണ് ഇത്. എനിക്ക് ഇടാനായിട്ട് വൈറ്റ് ഷർട്ട്, അതുപോലെ തന്നെ ഞാൻ തേപ്പൊട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് തേക്കാനായിട്ട്. ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോർത്താണ്. പിന്നെ ജച്ചാടെ ഡ്രസ്സൊക്കെ കിടപ്പുണ്ട്. ഒരു 5 ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഫീഡിങ് ടൈപ്പ് 5 ജോഡി എടുത്തിട്ടുണ്ട്. ഈ 5 ജോഡിയും പാക്ക് ചെയ്യണം. പിന്നെ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുളിക്കാൻ തേക്കാനായിട്ട് ചകിരി എടുത്തിട്ടുണ്ട്. ഷോൾ എടുത്തിട്ടുണ്ട്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ബേബി ടവല്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ, പിന്നെ നാപ്കിൻ, ഡ്രൈ ഷീറ്റ്, ബെഡിൽ വിരിക്കാനുള്ള ഷീറ്റ്, ടർക്കി, വൈറ്റ് തുണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ കൊതുക് ബാറ്റ് എടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എങ്ങനെയാണ് കൊതുക് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇന്നർവേഴ്സ്, പിന്നെ ഇതാണ് പെട്ടി, മറ്റേ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്ന പെട്ടി. പിന്നെ ഇതെന്റെ ബാഗും കാര്യങ്ങളാണ്. അതിനകത്ത് 10 ഷർട്ടും 10 ജീൻസും, അത് കണക്ക് തന്നെ 10 ഷഡ്ഡിയൊക്കെ എടുത്തിട്ടുണ്ട്. പറയാൻ പറ്റത്തില്ല, വേണ്ട വന്നാലോ. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വിളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ അടിപൊളിയായിട്ട് എല്ലാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് തലങ്ങണി എടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സ്പീഡപ്പാണ് കേട്ടോ. ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് എല്ലാം എടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും നമ്മളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക. അടിപൊളിയായിട്ട് ഇനി ബേബി ആയിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് നടക്കട്ടെ.